എങ്ങനെ മുറിച്ചാലും മണ്ഡലത്തിൻ്റെ നിറം കടും ചുവപ്പ്. പക്ഷേ വോട്ടെണ്ണിയാൽ വലതിൻ്റെ ഉറച്ച കോട്ട. അതാണ് കോഴിക്കോട് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം. നന്മയുടെയും സത്യസന്ധതയുടെയും ഈറ്റില്ലമെന്നാണ് വിളിപ്പേര്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെയും രണഭൂമിയായ കോഴിക്കോട് ഇത്തവണ പോരാട്ടം പൊടിപാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണത്തിൽ ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ 6 LDF-നാണ് മേൽക്കൈ. കോഴിക്കോട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഹാട്രിക് വിജയം നേടിയതിന്റെ പിൻബലത്തിലാണ് UDF. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് LDF-ന്റെ കരുത്ത്. ഒരേ ഒരു തവണ മാത്രമാണ് മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത്. അതാവട്ടെ 1980-ൽ EK ഇമ്പിച്ചി ഭാവയും. 2009-ൽ യുവ നേതാവ് റിയാസിന് കയ്യെത്തും അകലെ നഷ്ടമായ വിജയം ഇത്തവണ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഏതെങ്കിലും മുന്നണിക്കോ നേതാവിനോ കുത്തക അവകാശപ്പെടാൻ പറ്റാത്തിടമെന്ന് പൊതുവെ മണ്ഡലത്തെ വിശേഷിപ്പിക്കാം. അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചരിത്രവും. ഇത്തവണ ഇരു മുന്നണികൾക്കും വിജയം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. 4ാം ജയത്തിന് കച്ചമുറുക്കിയ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ എല്ലാ സാധ്യതകളും LDF ഉപയോഗിക്കും. ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. 2009-ലെ മണ്ഡല പുനർനിർണയം ഇടതിന് ഏറെ പ്രതീക്ഷ നൽകിയെങ്കിലും വിജയം മാത്രം ഒപ്പം നിന്നില്ല. പുനർനിർണയത്തിന് ശേഷം ജനതാദളിൽ നിന്ന് സീറ്റ് CPM പിടിച്ചെടുത്തു. ഇതേ തുടർന്ന് വീരേന്ദ്രകുമാർ UDF-ലേക്ക് മറുകണ്ഠം ചാടി. മണ്ഡലം പിടിച്ചെടുക്കാൻ CPM നിർത്തിയത് യുവ നേതാവ് മുഹമ്മദ് റിയാസിനെ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവട്ടെ കണ്ണൂർ സ്വദേശി MK രാഘവനും. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വിജയത്തിന്റെ തുണ രാഘവന്. 838 വോട്ടിന് റിയാസ് പരാജയപ്പെട്ടു. വിജയം തിരിച്ചുപിടിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു മണ്ഡലത്തിൽ LDF 2014-ൽ ഇറങ്ങിയത്. സ്ഥാനാർത്ഥിയായി കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ലോക്സഭാ അംഗവുമായ വിജയരാഘവൻ. രാഘവനും വിജയരാഘവനും ഏറ്റുമുട്ടിയപ്പോൾ വിജയരാഘവനെ വിജയം കൈവിട്ട് രാഘവനൊപ്പം വിജയം നിന്നു. 2019-ൽ രാഘവനെ തോൽപ്പിക്കുകയെന്നത് CPM-ന് അഭിമാന പ്രശ്നമായി. ജില്ലയിലെ ജനകീയ മുഖമായ നിയമസഭാ അംഗം പ്രദീപ് കുമാറിനെ കളത്തിലിറക്കി. എന്നാൽ LDF-ന്റെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ച് രാഘവൻ മണ്ഡലത്തിലെ തുടർച്ചയായ 3ാം വിജയം നേടി. ഐക്യ കേരളത്തിന് മുൻപ് 2 തവണ കോഴിക്കോട് മണ്ഡലത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 1951-ൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന അച്യുതൻ ദാമോദരമേനോനും 1957-ൽ കോൺഗ്രസിലെ KP കുട്ടിക്കൃഷ്ണൻ നായരും വിജയിച്ചു. സംസ്ഥാന രൂപീകരണ ശേഷം നടന്ന 62-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ CH മുഹമ്മദ് കോയ വിജയിച്ചു. 1967-ലും 71-ലും മുസ്ലിം ലീഗിലെ ഇബ്രാഹിം സുലൈമാൻ വിജയിച്ചു. 77-ൽ ലീഗിന് പകരം മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് കോൺഗ്രസ്. വിജയം കോൺഗ്രസ് സ്ഥാനാർത്ഥി VS സെയ്ദ് മുഹമ്മദിനായിരുന്നു. 80-ലെ തെരഞ്ഞെടുപ്പിൽ ലീഗിനെയും കോൺഗ്രസിനെയും മാറി മാറി തുണച്ച മണ്ഡലം CPM-നൊപ്പം നിന്നു. മണ്ഡലത്തിലെ ആദ്യ അട്ടിമറി. ജനതാ പാർട്ടി നേതാവ് അരങ്ങിൽ ശ്രീധരനെ 40,695 വോട്ടിനാണ് ഇമ്പിച്ചി വാവ പരാജയപ്പെടുത്തിയത്. 1980-ൽ കോൺഗ്രസിലെ KG അടിയോടി സീറ്റ് തിരിച്ചുപിടിച്ചു. 1989-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ. മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM ഇമ്പിച്ചി ബാവയെ തന്നെ രംഗത്തിറക്കി. കന്നി പോരാട്ടത്തിൽ വിജയം K കരുണാകരന്റെ മകൻ മുരളീധരനൊപ്പം നിന്നു. 91-ലെ തെരഞ്ഞെടുപ്പിലും വിജയം മുരളീധരനൊപ്പമായിരുന്നു. ജനതാദൾ സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തി മുരളീധരൻ 2ാം തവണയും പാർലമെന്റിലെത്തി. 96-ലെ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം തേടിയിറങ്ങിയ മുരളീധരനെ വീരേന്ദ്രകുമാർ പൂട്ടി. 2ാം വിജയം തേടിയിറങ്ങിയ വീരേന്ദ്രകുമാറിൽ നിന്ന് 98-ൽ മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. കരുണാകരന്റെ വിശ്വസ്തനായ P ശങ്കരനായിരുന്നു വിജയം. 1999-ൽ K മുരളീധരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 2004-ൽ ജനതാദൾ സെക്കുലർ സ്ഥാനാർത്ഥിയായി MP വീരേന്ദ്രകുമാർ വീണ്ടും വിജയിച്ചു. ഇരുമുന്നണികളെയും മാറ്റി നിർത്തിയാൽ മണ്ഡലത്തിൽ BJP-ക്കും നല്ല വേരോട്ടമുണ്ട്. 2019-ൽ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു നേടിയത് 1,61,216 വോട്ടുകളാണ്. ഇത്തവണ അത് 2 ലക്ഷമാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് NDAയുടെ പ്രചാരണം. ഇരുമുന്നണികളും ഇത്തവണ തുല്യ പ്രതീക്ഷയിലാണ്. ഇമ്പിച്ചി വാവയ്ക്ക് ശേഷം മണ്ഡലത്തിൽ ചെങ്കൊടി പാറിക്കുമെന്ന് CPM-ഉം മണ്ഡലത്തിൽ 4ാം തവണയും ജയം നേടി ചരിത്രം സൃഷ്ടിക്കാനാകുമെന്ന് കോൺഗ്രസും കരുതുന്നു. സംസ്ഥാനത്തെ ഭരണ നേട്ടങ്ങളും പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും തുണയാകുമെന്ന പ്രതീക്ഷയിൽ LDF-ഉം മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ കരുത്താകുമെന്ന് UDF-ഉം പ്രതീക്ഷിക്കുന്നു. അടിയൊഴുക്കുകൾക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലമായതിനാൽ വിജയം പ്രവചിക്കുക അസാധ്യം.